നമസ്തേ, ഏവർക്കും ശ്രീ വിനായക ജ്യോതിഷ വാസ്തുവിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ അറിവുകളിലേക്ക് സ്വാഗതം. ഈ വരുന്ന മലയാള വർഷം 1202 ആണ്ട് ചിങ്ങം 1 മുതൽ കർക്കിടകം 31 വരെയുള്ള ഒരു വർഷക്കാലത്തെ വാർഷിക നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ്. പൂയം നക്ഷത്രക്കാർക്ക് ഈ വർഷം എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ പൊതുവിൽ നോക്കുമ്പോൾ ഈ വർഷം ഉയർച്ചയ്ക്കും മാറ്റങ്ങൾക്കും ഒരുപോലെ സാധ്യതയുള്ള കാലഘട്ടമാണ് എന്ന് പറയാൻ കഴിയും. കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന ചില തടസ്സങ്ങൾ പതുക്കെ മാറുകയും ചില അവസരങ്ങൾ മുന്നിലെത്തുകയും ചെയ്യും. ചിങ്ങം മുതൽ തുലാം വരെ നോക്കുമ്പോൾ തൊഴിൽ രംഗത്തെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാം. നിലവിൽ ജോലിയുള്ളവർക്ക് സ്ഥാനമാറ്റമോ ചുമതല വർദ്ധിക്കലോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പെട്ടെന്ന് തീരുമാനമെടുക്കാതെ ആലോചിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുമെങ്കിലും ചിലവുകൾ കൂടാൻ സാധ്യതയുണ്ട്. വൃശ്ചികം മുതൽ മകരം വരെ എത്തുമ്പോൾ കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരത കാണാം. ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും. കുടുംബത്തിൽ സന്തോഷകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വരാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിപ്പിച്ചാൽ മികച്ച നേട്ടം വരും വർഷം കൈവരിക്കാൻ സാധിക്കും. പൂയം നക്ഷത്രക്കാരുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുംഭം മുതൽ മേടം വരെയുള്ള കാലത്ത് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധ വേണം. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവരെ വിശ്വസിച്ച് പണം കൈമാറുന്നതിലും വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിലും ജാഗ്രത പാലിക്കണം. അതേസമയം സ്വന്തമായി ചെയ്യുന്ന ജോലികളിലൂടെ ബിസിനസ്സിലൂടെ അധിക വരുമാനങ്ങൾക്ക് അവസരം പൂയം നക്ഷത്രക്കാർക്ക് വരും വർഷം ലഭിക്കാം. ഇടവം മുതൽ കർക്കിടകം വരെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി മാറും. പുതിയ പദ്ധതികൾ തുടങ്ങാനും യാത്രകൾ നടത്തുവാനും അവസരങ്ങൾ ഉണ്ടാകും. ദൂരദേശത്തു നിന്നോ വിദേശത്തു നിന്നോ നല്ല ജോലികൾ ലഭിക്കാം. ജോലി സംബന്ധമായ നേട്ടങ്ങളും കുടുംബത്തിലെ സന്തോഷവും ഈ കാലയളവിൽ വർദ്ധിക്കും. കലാ സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പ്രശസ്തിയും ഈ വരും വർഷം ലഭിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യകരമായ കാര്യത്തിൽ വലിയ ആശങ്ക വേണ്ടെങ്കിലും അമിതമായ ജോലിഭാരം ഒഴിവാക്കണം. ഉറക്കക്കുറവ്, മാനസിക പിരിമുറുക്കം, ക്ഷീണം തുടങ്ങിയവ അവഗണിക്കാതിരിക്കുക. കൃത്യമായ വിശ്രമവും ഭക്ഷണക്രമവും പാലിക്കുന്നത് നല്ലതാണ്. പൂയം നക്ഷത്രക്കാരെ ഈ വരും വർഷത്തെ നക്ഷത്രഫലമാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. കുടുംബജീവിതത്തിൽ പരസ്പര സ്നേഹവും സഹകരണവും നിലനിർത്താൻ സാധിക്കും. മുതിർന്നവരുടെ അനുഗ്രഹം ലഭിക്കും. മക്കളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പൂയം നക്ഷത്രക്കാർക്ക് ഈ വർഷം എങ്ങനെയാണെന്ന് ചുരുക്കി പറഞ്ഞാൽ, കഴിഞ്ഞ കാലത്തെ തടസ്സങ്ങൾ പതുക്കെ മാറി പുതിയ അവസരങ്ങളിലേക്ക് മുന്നേറുവാൻ കഴിയുമെന്ന വർഷമാണ് പൂയം നക്ഷത്രക്കാർക്ക് വരുന്ന ചിങ്ങം 1 മുതൽ കർക്കിടകം വരെയുള്ള മലയാള വർഷത്തെ ഫലമെന്ന് പറയുന്നത്. ക്ഷമയുടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോയാൽ തൊഴിൽ, സാമ്പത്തിക രംഗം, കുടുംബം എന്നീ മേഖലകളിൽ നല്ല നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായ ധനച്ചെലവ്, പെട്ടെന്നുള്ള തീരുമാനങ്ങൾ, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾ എന്നിവയിൽ ജാഗ്രത പുലർത്തണമെന്നാണ് പറയാനുള്ളത്. ഒരു പൊതുവായ സൂചന നൽകാൻ കഴിഞ്ഞാൽ ഈ വർഷത്തെ രണ്ടാം പകുതിയിൽ പൂയം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും പ്രതീക്ഷകൾക്ക് അനുകൂലമായ ഫലങ്ങളും കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെ നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും. ഇത് പൊതുവായ നക്ഷത്രഫലമാണ്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ജാതകന്റെ ജനനതീയതി, സമയം, സ്ഥലം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ജാതകഫലം ഇതിൽ നിന്നും ചാലും പെട്ടെന്ന് വരാം. പൂയം നക്ഷത്രക്കാരുടെ വാർഷിക ഫലം മലയാള വർഷം 1202 ചിങ്ങം 1 മുതൽ കർക്കിടകം 31 വരെ വളരെ നല്ലതായിട്ട് പോകുമെന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. കവടി പ്രശ്നം, വാസ്തു പ്രശ്നം, ആഭിചാര പ്രശ്നം, മുഹൂർത്തങ്ങൾ, ജാതകം, ജാതകഘടന, സമയം, സമയദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ, ഏലസുകൾ, യന്ത്രങ്ങൾ, ദേഹരക്ഷ എന്നിവേണ്ട ജ്യോതിഷ സംബന്ധമായ എല്ലാവിധമായ ആവശ്യങ്ങൾക്ക് നമ്മളെ വിളിക്കേണ്ട നമ്പർ 95530499. ഏവർക്കും നന്ദി, നമസ്കാരം.